പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിന്റെ വധക്കേസിൽ 3 പേർ കുറ്റക്കാർ. 1-ാം പ്രതി ഷൈബിൻ, 2-ാം പ്രതി ഷിഹാബുദ്ദീൻ, 6-ാം പ്രതി നിഷാദ് എന്നിവർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതിയുടേതാണ് വിധി. ശിക്ഷാവിധി മറ്റന്നാൾ. 12 പേരെ വെറുതെ വിട്ടു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഒരാൾ കുത്തേറ്റ് മരിച്ചു. അയൽവാസികൾ തമ്മിലുള്ള വസ്തുതർക്കത്തിനിടെയാണ് കുത്തേറ്റത്. മരിച്ചത് മാവിളക്കടവ് സ്വദേശി ശശി. മൃതദേഹം നെയ്യാറ്റിൻകര ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സമരം ശക്തമാക്കിയ ആശാപ്രവർത്തകർ രാപ്പകൽ സമരവേദിയിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. ആവശ്യങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്നതുവരെ സമരം തുടരാനാണ് തീരുമാനം. അതേസമയം ആശമാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനെന്ന് പറഞ്ഞ് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ പോയ മന്ത്രി വീണ ജോർജിനെ വിമർശനമുന്നയിച്ച് സർക്കാർ മറ്റാവശ്യങ്ങൾക്കായി ഡൽഹിയിൽ പോയ മന്ത്രി തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയതെന്നും ആശാപ്രവർത്തകർ ആരോപിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങിയ ആശാവർക്കർമാർ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരും. ആരോഗ്യമന്ത്രിയുടെ ഡൽഹി യാത്ര കണ്ണിൽ പൊടിയിടാനെന്ന ആശമാർ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താനാകാതെ വീണ ജോർജ് നിവേദനം നൽകി മടങ്ങും. അങ്കണവാടി ജീവനക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം നിയമസഭയിൽ. ആശാവർക്കർമാരെ പോലെ സർക്കാർ അങ്കണവാടി ജീവനക്കാരെയും ചവിട്ടിമെതിക്കുന്നുവെന്ന് പ്രതിപക്ഷം. വകുപ്പ് മന്ത്രി എത്ര സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന നജീബ് കാന്തപുരത്തിന്റെ പ്രസ്താവനയിൽ ഭരണ പ്രതിപക്ഷ ബഹളം. കണ്ണൂർ വിമാനത്താവള പദ്ധതിയുടെ റൺവേ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കൽ നടപടി പുരോഗമിക്കുന്നുവെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നിയമസഭയിൽ. ഭൂമിയുടെ വില നിർണ്ണയം പൂർത്തിയായി. കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് പാക്കേജ് തയ്യാറാക്കാനുള്ള നടപടി തുടങ്ങിയെന്നും തുടർ നടപടിക്കായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ മാസം യോഗം ചേരുമെന്നും മന്ത്രി പറഞ്ഞു. അക്ഷരത്തെറ്റുകൾ കൊണ്ട് നിറഞ്ഞ +2 മലയാളം ചോദ്യപേപ്പർ. 14 അക്ഷരത്തെറ്റുകളാണ് ചോദ്യപേപ്പറിൽ കണ്ടെത്തിയത്. ONVയുടെ ഒരു കവിതയിൽ മാത്രം 3 അക്ഷരത്തെറ്റുകളാണുള്ളത്. പ്രയോഗങ്ങളിലും വ്യാകരണത്തിലും പിശകുകൾ ഉണ്ടെന്ന് പരാതിയിലുണ്ട്. കർണാടക മൽപ്പയിൽ ബോട്ടിൽ നിന്ന് വിലപിടിപ്പുള്ള മീൻ മോഷ്ടിച്ചുവെന്ന് ആരോപിച്ച് സ്ത്രീയെ മരത്തിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചു. സംഭവത്തിൽ 2 സ്ത്രീകൾ ഉൾപ്പെടെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മൽപ്പെ സ്വദേശികളായ ലക്ഷ്മിഭായ്, സുന്ദർ, ശില്പ എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസമാണ് വിജയപുര സ്വദേശിയായ സ്ത്രീ അതിക്രമത്തിനിരയായത്. തൃശൂരിൽ നോമ്പ് തുറക്കാനിരിക്കുന്നവർക്കിടയിലേക്ക് ജീപ്പ് ഇടിച്ചു കയറിയ അപകടം. തൊഴുപ്പാടം തോണിക്കടവ് മമ്മിയുടെ വീട്ടിലേക്കാണ് നിയന്ത്രണം വിട്ട ജീപ്പ് ഇടിച്ചു കയറിയത്. അപകടത്തിൽ കുടുംബാംഗങ്ങൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ വള്ളുവനാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു. കൊല്ലത്ത് ഓടിക്കൊണ്ടിരുന്ന കാർ കത്തിനശിച്ചു. കാറിലുണ്ടായിരുന്ന കുട്ടി ഉൾപ്പെടെ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചടയമംഗലം MC റോഡിൽ അർദ്ധരാത്രിയോടെയാണ് സംഭവം. വിയന്നൂർ സ്വദേശിയായ ദിനേശ് ബാബുവും സഹോദരനും കുടുംബവുമാണ് കാറിലുണ്ടായിരുന്നത്. കടക്കിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീയണച്ചു. ഇടുക്കി ആനയിറങ്ങലിൽ കുട്ടിയാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. 8 വയസ്സോളം പ്രായമുള്ള പിടിയാനയാണ് ചെരിഞ്ഞത്. കാട്ടാന കൂട്ടത്തിനൊപ്പം നടക്കുന്നതിനാൽ കാൽവഴുതി വീണ് അപകടം പറ്റിയതാകാമെന്ന് പ്രാഥമിക നിഗമനം. ജഡത്തിന് 2 ദിവസത്തോളം പഴക്കം. കണ്ണൂർ ചക്കരക്കല്ലിൽ 30ഓളം പേരെ തെരുവ് നായ കടിച്ചു. കടിയേറ്റവരെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടി. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് കടിയേറ്റത്. പലർക്കും ഗുരുതരമായി പരിക്കേറ്റു. ഒരു നായയെ തന്നെയാണ് എല്ലാവരും കടിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത്. അക്രമകാരിയായ നായയെ പിന്നീട് നാട്ടുകാർ തല്ലിക്കൊന്നു. കൊച്ചിയിൽ 1 കിലോ 300 ഗ്രാം കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി ദീപു മണ്ഡലിനെയാണ് നെടുമ്പാശ്ശേരി പോലീസ് പിടികൂടിയത്. വിൽപ്പനക്കായി കഞ്ചാവ് എത്തിച്ചപ്പോഴാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. കൊല്ലം അഞ്ചലിൽ MDMAയുമായി യുവാവ് അറസ്റ്റിൽ. അഞ്ചൽ സ്വദേശി ബിനോയിയാണ് അറസ്റ്റിലായത്. പോലീസ് സംഘത്തിൽ കണ്ട യുവാവിനെ MDMA റോഡിൽ വലിച്ചെറിഞ്ഞ ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ബിനോയ് പിടിയിലായത്. മറ്റ് 2 യുവാക്കൾ ഓടി രക്ഷപ്പെട്ടു. ഇവർക്കായി തിരച്ചിൽ വ്യാപിപ്പിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ MDMAയുമായി നിയമ വിദ്യാർത്ഥി ഉൾപ്പെടെ 2 പേർ പിടിയിൽ. വള്ളക്കടവ് സ്വദേശി സിദ്ദിഖ്, പാറശാല
സ്വദേശി സൽമാൻ എന്നിവരാണ് പോലീസ് പിടിയിലായത്. ഇവരിൽ നിന്ന് 21 ഗ്രാം MDMA കണ്ടെത്തി. എക്സൈസ് നടത്തിയ മിന്നൽ പരിശോധനയിലായിരുന്നു പ്രതികൾ പിടിയിലായത്. പ്രതികൾ സഞ്ചരിച്ച വാഹനവും പിടിച്ചെടുത്തു. തൃശൂർ ചേറ്റുവയിൽ കക്കയിറച്ചി വിൽപ്പനയുടെ മറവിൽ ഹാഷിഷ് ഓയിൽ വിൽപ്പന നടത്തിയ യുവാവ് പിടിയിൽ. ഏങ്ങണ്ടിയൂർ സ്വദേശി അഖിലാണ് പിടിയിലായത്. ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ വാടാനപ്പള്ളി പോലീസാണ് പ്രതിയെ പിടികൂടിയത്. 2022 66 കിലോ കഞ്ചാവ് കേസിലെ പ്രധാന പ്രതി ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായി. പ്രതി ജോമോനെ ബാംഗ്ലൂരിൽ നിന്നാണ് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് പിടികൂടിയത്. കേസിൽ 2ാം പ്രതിയാണ് ജോമോൻ. വാഹനത്തിന്റെ രഹസ്യ അറയിലാണ് ജോമോൻ അടങ്ങിയ സംഘം കേരളത്തിലേക്ക് കഞ്ചാവ് കൊണ്ടുവന്നിരുന്നത്. തൃശൂർ അന്തിക്കാട് ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഉത്തർപ്രദേശ് സ്വദേശി അറസ്റ്റിൽ. പെരിങ്ങോട്ടുകര ബസ് സ്റ്റോപ്പിന് സമീപത്ത് നിന്നിരുന്ന ഉത്തർപ്രദേശ് സ്വദേശിയായ പപ്പുവിൽ നിന്നാണ് കുട്ടികൾക്ക് വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നമായ 145 കിലോ പാക്കറ്റ് ഷിക്കാർ പിടികൂടിയത്. തൃശൂർ വടക്കാഞ്ചേരി തിരുത്തിപ്പറമ്പിൽ പിതാവിനെയും മകനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതികൾ അറസ്റ്റിൽ. തിരുത്തിപ്പറമ്പ് സ്വദേശി രതീഷ് എന്ന മണികണ്ഠൻ, അരവൂർ സ്വദേശി ശ്രീജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. മയക്കുമരുന്നിന് പണം കണ്ടെത്താനായി ബൈക്കുകൾ മോഷ്ടിച്ച് പെട്രോൾ പമ്പുകളിൽ കവർച്ച നടത്തുന്ന 2 പ്രതികൾ അറസ്റ്റിൽ. കേരളത്തിലെ 10 ജില്ലകളിൽ കവർച്ച നടത്തിയ മലപ്പുറം പരപ്പനങ്ങാട് സ്വദേശി റസൽ ജാസി, അഖീബ്, ആഷിഖ് എന്നിവരെയാണ് കോഴിക്കോട് പന്നിയങ്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലക്കാട് വടക്കാഞ്ചേരിയിലെ പെട്രോൾ പമ്പിൽ കവർച്ച നടത്തി കോഴിക്കോട് പുതിയ കവർച്ച ലക്ഷ്യമിട്ടെത്തിയതായിരുന്നു പ്രതികൾ. എറണാകുളം കുറുപ്പുംപടിയിൽ 10ഉം 12ഉം വയസ്സുള്ള സഹോദരിമാരെ പീഡിപ്പിച്ച യുവാവ് പിടിയിൽ. അമ്മയുടെ സുഹൃത്തായ അയ്യമ്പുഴ സ്വദേശി ധനേഷാണ് പോലീസ് പിടിയിലായത്. കുട്ടികളിൽ ഒരാൾ കൂട്ടുകാരിക്ക് എഴുതിയ കത്തിലൂടെയാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. മലപ്പുറം ചങ്ങരംകുളത്ത് ഉറങ്ങിക്കിടന്ന 15-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ 58 വയസ്സുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചങ്ങരംകുളം മൂക്കുതല സ്വദേശി ദാസനാണ് അറസ്റ്റിലായത്. സംഭവത്തിൽ പെൺകുട്ടി നൽകിയ പരാതിയിൽ പോക്സോ ചുമത്തിയാണ് ഇയാൾക്കെതിരെ കേസെടുത്തത്. പിടിയിലായ പ്രതിയെ പൊന്നാനി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. തിരുവനന്തപുരത്ത് പണം തട്ടിയെടുത്ത കേസിൽ സ്ത്രീ പിടിയിൽ. ചുള്ളിമാനൂർ കരിങ്കട സ്വദേശി ഷൈല ബീഗത്തിനെതിരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബാലരാമപുരം വിളാകം സ്വദേശി സക്കീർ ഹുസൈനിൽ നിന്നുമാണ് 30 ലക്ഷം രൂപ തട്ടിയെടുത്തത്. സക്കീർ ഹുസൈന്റെ പരാതിയിൽ അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. പണയം വെച്ച സ്വർണ്ണാഭരണങ്ങൾ തിരികെ എടുത്തു നൽകാതെ കബളിപ്പിച്ച കേസിൽ മധ്യവയസ്കൻ അറസ്റ്റിൽ. എറണാകുളം ചേലക്കുളം സ്വദേശി കുഞ്ഞു മുഹമ്മദിനെയാണ് പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പോഞ്ഞാശ്ശേരി സ്വദേശിനിയുടെ പരാതിയിലാണ് അറസ്റ്റ്. ആകെ 75 ഗ്രാം സ്വർണമാണ് ഇയാൾ കൈക്കലാക്കിയത്. ആലപ്പുഴ മാന്നാറിൽ ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിലെ പ്രതി അറസ്റ്റിൽ. എറണാകുളം ഇടപ്പള്ളി സ്വദേശി കിഷോർ ശങ്കറിനെയാണ് മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ധനലക്ഷ്മി ബാങ്കിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് മാന്നാർ സ്വദേശിയിൽ നിന്ന് കഴിഞ്ഞ 3 മാസങ്ങളായി 9 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുക്കുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊല്ലം കുണ്ടറ പെരുമ്പുഴയിൽ പോലീസ് ഇൻസ്പെക്ടർ എന്ന വ്യാജേന കടയിലെത്തി പണം കവർന്നതായി പരാതി. വർഷങ്ങളായി പലചരക്ക് മൊത്തക്കച്ചവടം നടത്തി വന്ന അബ്ദുൽ കലാമിന്റെ നാഷണൽ സ്റ്റോറിലാണ് മോഷണം നടന്നത്. കടയുടമ പോലീസിൽ നൽകിയ പരാതിയിൽ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ഇടുക്കി ചക്രമുടിയിലെ വിവാദ ഭൂമി തിരികെ പിടിക്കുന്നതിനുള്ള നടപടികൾ റവന്യൂ വകുപ്പ് ആരംഭിച്ചു. മേഖലയിലെ 4 പട്ടയങ്ങളാണ് കഴിഞ്ഞയിടെ റവന്യൂ വകുപ്പ് റദ്ദ് ചെയ്ത് 48 മണിക്കൂറിനകം ഭൂമി ഒഴിയാനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ചക്രമുടിയിൽ റദ്ദ് ചെയ്ത 4 പട്ടയങ്ങളിലാകെ 13.79 ഏക്കർ ഭൂമിയാണുള്ളത്. തൃശൂർ വടക്കാഞ്ചേരി നഗരസഭയിലെ കുമ്പളങ്ങാട് ഡംപ് സൈറ്റ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യ സന്ദർശിച്ചു. ഡംപ് സൈറ്റ് ബയോ മൈനിംഗ് പ്രവൃത്തിയുടെ പുരോഗതി വിലയിരുത്താനായിരുന്നു സന്ദർശനം. ബയോ മൈനിംഗ് പ്രവൃത്തിക്ക് നല്ല പുരോഗതിയുണ്ടെന്നും ഏപ്രിൽ മാസത്തോടുകൂടി ഡംപ് സൈറ്റിന് സർവേ മാലിന്യങ്ങളും KSWMP നീക്കം ചെയ്യുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു.
അടിക്കടി ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കത്തിൽ പ്രതിഷേധിച്ച് ഇടുക്കി അടിമാലി കുരങ്ങാട്ടിൽ യുവാക്കളുടെ വേറിട്ട പ്രതിഷേധം. പ്രദേശത്തെ വീടുകളിൽ സൗജന്യമായ മെഴുകുതിരി പാക്കറ്റുകൾ വിതരണം ചെയ്തും കുരങ്ങാട്ടി ജംഗ്ഷനിൽ റോഡരികിൽ നൂറുകണക്കിന് മെഴുകുതിരികൾ കത്തിച്ചുമായിരുന്നു പ്രതിഷേധം നടന്നത്. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം വേണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ശക്തമായി പെയ്ത വേനൽ മഴയിൽ ഇടുക്കി വെള്ളത്തൂവലിൽ വീടുകൾക്ക് നാശനഷ്ടം. വെള്ളത്തൂവൽ സ്വദേശികളായ തൈപ്പറമ്പിൽ രാജേഷ്, പുത്തൻപുരക്കൽ റെജി എന്നിവരുടെ വീടുകൾക്കാണ് നാശം സംഭവിച്ചത്. രാജേഷിന്റെ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും നിലം പതിച്ചു. ശക്തമായി പെയ്ത മഴയിൽ ചിലയിടങ്ങളിൽ കൃഷിനാശവും സംഭവിച്ചു. കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി പ്രൊഫസർ സിദ്ധു പി അൽഗുറിനെ നിയമിച്ചു. രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെയാണ് നിയമനം. കർണാടക സ്വദേശിയായ സിദ്ധു 2 ദിവസത്തിലധികം ചുമതലയേൽക്കും. വിവാദ നിരീക്ഷണങ്ങളുമായി അലഹബാദ് ഹൈക്കോടതി. പെൺകുട്ടിയുടെ മാറിടത്തിൽ സ്പർശിക്കാൻ ശ്രമിക്കുന്നതോ പൈജാമയുടെ ചരട് പിടിച്ചു വലിക്കുന്നതോ ബലാത്സംഗം ശ്രമമായി കണക്കാക്കാനാകില്ലെന്നാണ് അലഹബാദ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചെന്ന കേസിൽ വിചാരണ നേരിടാനുള്ള കീഴ്ക്കോട് ഉത്തരവിനെതിരെ 2 പ്രതികൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ വലിയ പുരോഗതിയുണ്ടെന്ന് വത്തിക്കാൻ. കഴിഞ്ഞ 1 മാസമായി ആശുപത്രിയിൽ കഴിയുന്ന അദ്ദേഹം വെന്റിലേറ്ററിന്റെ സഹായമില്ലാതെ ശ്വസിക്കാൻ ആരംഭിച്ചെന്ന് വത്തിക്കാൻ അറിയിച്ചു. ന്യൂമോണിയയെ തുടർന്ന് ബാധിച്ചിരുന്ന പനി വിട്ടുമാറിയെന്നും രക്തപരിശോധനാ ഫലങ്ങൾ സാധാരണ നിലയിലേക്ക് എത്താൻ ആരംഭിച്ചെന്നും മെഡിക്കൽ ബുള്ളറ്റിൽ പറയുന്നു. ഇന്നലെ വിശുദ്ധ ഔസേപ്പിന്റെ തിരുനാളിൽ അദ്ദേഹം ദിവ്യബലി അർപ്പിച്ചു. ഗാസയിൽ ആക്രമണം തുടർന്ന ഇസ്രയേൽ നെറ്റ്സാരിം ഇടനാഴി ഇസ്രയേൽ സൈന്യം തിരിച്ചുപിടിച്ചു. കഴിഞ്ഞ 36 മണിക്കൂറിനിടെ ഗാസയിലെ വിവിധ മേഖലകളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 436 പേർ കൊല്ലപ്പെട്ടെന്നാണ് കണക്കുകൾ. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. പുതിയ ബോംബാക്രമണം തുടക്കം മാത്രമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. യമനിലെ ഹൂതികളെ പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ US വ്യോമസേന വ്യോമാക്രമണം തുടരുന്നതിനിടെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഹൂതികൾക്ക് ആയുധങ്ങൾ നൽകുന്നത് ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഇറാനും ട്രംപും മുന്നറിയിപ്പ് നൽകി. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ സൗദി മധ്യസ്ഥതയിലുള്ള 3ാം വട്ട ചർച്ച ഞായറാഴ്ച ജിദ്ദയിൽ ചേരും. ഈ മാസം 11-ന് ജിദ്ദയിൽ നടന്ന ചർച്ചകളുടെ തുടർച്ചയാണിത്. കഴിഞ്ഞ തവണ സൗദി മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയ്ക്കൊടുവിൽ ഉക്രൈൻ വെടിനിർത്തലിന് സമ്മതം അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഇന്നലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. UAEയിൽ സ്വകാര്യ മേഖലയ്ക്ക് പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 30 മുതൽ ഏപ്രിൽ 1 വരെ 3 ദിവസമാണ് അവധി. രാജ്യത്ത് എങ്ങുമുള്ള സ്വകാര്യ മേഖലയിലെ എല്ലാ ജീവനക്കാർക്കും ഈ അവധി ബാധകമാണെന്ന് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. ഗാസയിലെ വ്യോമാക്രമണം തുടക്കം മാത്രമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. സർവശക്തിയോടെ യുദ്ധം തുടരുമെന്ന പ്രഖ്യാപനം. ആക്രമണം ഹമാസിന്റെ പിടിയിലുള്ള ബന്ദികളുടെ ജീവൻ അപകടത്തിലാകുമെന്ന ആശങ്ക. ആക്രമണത്തിന് ഉത്തരവാദി ഹമാസ് എന്ന് അമേരിക്ക. വ്യോമാക്രമണത്തിൽ ഇതുവരെ 400-ലധികം പേർ കൊല്ലപ്പെട്ടു. ജനവാസ മേഖലയിൽ മാലിന്യം തള്ളിയതിൽ പ്രതിഷേധവുമായ നാട്ടുകാർ. കപ്പൂർ പഞ്ചായത്തിലെ മണ്ണുംകുന്നിലെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിനോട് ചേർന്നാണ് അലക്ഷ്യമായി മാലിന്യം തള്ളിയിരിക്കുന്നത്. നാട്ടുകാരുടെ പരാതിയിൽ കപ്പൂർ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. രൂക്ഷമായ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ചാക്ക് കണക്കിന് മാലിന്യങ്ങൾ കണ്ടെത്തിയത്. മലപ്പുറം വളാഞ്ചേരിയിൽ ഷംസുൽ ഉലമ ഡയാലിസിസ് സെന്ററിന്റെ സ്നേഹസംഗമവും ഡയാലിസിസ് സെന്ററുകൾക്കുള്ള സൗജന്യ ഡയാലിസർ വിതരണവും നടന്നു. നടക്കാവ് ആശുപത്രിയിൽ വെച്ച് വിതരണോദ്ഘാടനം പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. പരിപാടിയുടെ ഭാഗമായി നടക്കാവിൽ പാരാമെഡിക്കൽ സയൻസ് കോളേജിലെ ഡയാലിസിസ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ 200ഓളം ഡയാലിസിസ് വിതരണം ചെയ്തു.
തൃശൂർ പെരിങ്ങോട്ടുകര താന്യം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള മൃഗാശുപത്രിയിൽ ഡോക്ടറുടെ സേവനം ലഭിക്കാത്തതിൽ പ്രതിഷേധം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മൃഗാശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത്. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് BK സുശീലൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് തൊഴിലുറപ്പ് ജോലിക്കിടെ കുറ്റിക്കാട്ടിൽ കണ്ടെത്തിയ മദ്യശേഖരം മണ്ണിലേക്ക് ഒഴുക്കിവിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ. പടന്ന കാന്തലോട്ടാണ് കുറ്റിക്കാട്ടിൽ 18 ബോട്ടിൽ മദ്യം കണ്ടെത്തിയത്. പ്രദേശത്ത് അനധികൃതമായി മദ്യം വിൽപ്പന നടത്തുന്നവർ സൂക്ഷിച്ചതാണെന്നാണ് സൂചന. പോലീസിന്റെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ പിടിച്ചെടുത്ത മദ്യം തൊഴിലാളികൾ മണ്ണിലേക്ക് ഒഴുക്കി കളയുകയാണ്. മലപ്പുറം നരിപ്പറമ്പിലെ വഴിയോര കച്ചവടക്കാർക്ക് ഇറിഗേഷൻ വകുപ്പ് നോട്ടീസ് നൽകി. മാർച്ച് 30 മുൻപ് ഒഴിയണമെന്നാവശ്യപ്പെട്ടാണ് കച്ചവടക്കാർക്ക് നോട്ടീസ് കൈമാറിയത്. പലതവണ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നിയമം പാലിക്കാതെ വന്നപ്പോഴാണ് വീണ്ടും നടപടിയുമായി ഇറിഗേഷൻ വകുപ്പ് രംഗത്തെത്തിയത്. മലപ്പുറം എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഈ കാലയളവിലെ അവസാന വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് നുസ്രത്ത് വലീദാണ് ബജറ്റ് അവതരിപ്പിച്ചത്. എടവണ്ണയിൽ തുടർച്ചയായി 5ാം തവണ ബജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ വ്യക്തിയാണ് വൈസ് പ്രസിഡന്റ് നുസ്രത്ത് വലീദ്. തൃശൂർ മണലൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വർഷത്തേക്കുള്ള ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ അവതരിപ്പിച്ചു. കാർഷിക മൃഗസംരക്ഷണ മേഖലയ്ക്കും ഭവന നിർമ്മാണത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും മുൻഗണന നൽകുന്നതാണ് ബജറ്റ്. പ്രസിഡന്റ് സൈമൺ തെക്കത്ത് അധ്യക്ഷത വഹിച്ചു. തൃശൂർ വെങ്കിടങ്ങ് ഏനാമക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ സെന്റ് ജോസഫ് ഡേ ആഘോഷിച്ചു. സ്കൂൾ ഹാളിൽ പ്രത്യേകം സജ്ജമാക്കിയ വിശുദ്ധ ഔസേപ്പിന്റെ തിരുസ്വരൂപത്തിനു മുന്നിൽ രാവിലെ നടന്ന പ്രത്യേക ശുശ്രൂഷകൾക്ക് സ്കൂൾ മാനേജർ ഫാദർ ജേസൺ തെക്കുംപുറം മുഖ്യ കാർമ്മികൻ. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ഹൈക്കോടതി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വന്യജീവി സംരക്ഷണ നിയമം ആശങ്കകളും പരിഹാരവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് P. സന്തോഷ് കുമാർ അധ്യക്ഷനായ സെമിനാർ CPIM സംസ്ഥാന സെക്രട്ടറി അംഗം അഡ്വക്കേറ്റ് CN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം കാലടി ഗ്രാമപഞ്ചായത്തിലെ നരിപ്പറമ്പ് ടൗണിനെ ഹരിത ടൗണായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായുള്ള ശുചീകരണത്തിന് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഇതിനായി 2 ജീവനക്കാരെ ടൗൺ ശുചീകരണത്തിനായി സ്ഥിരം നിയമിച്ചു. പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KG ബാബു നിർവഹിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പഞ്ചായത്തിൽ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചു. തൃശൂർ എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ പ്രധാന സെന്ററുകളും പൊതുയിടങ്ങളും ശുചിയാക്കാൻ എളവള്ളിയിൽ ദ്വിദിന പദ്ധതിക്ക് തുടക്കമായി. മാർച്ച് മാസം അവസാനത്തോടെ മാലിന്യമുക്ത ഗ്രാമമായി എളവള്ളിയെ പ്രഖ്യാപിക്കുന്നതിന്റെ മുന്നോടിയായാണ് ശുചീകരണ പ്രവർത്തനം. തുടർന്ന് 16 വാർഡുകളും മാലിന്യമുക്ത വാർഡുകളായി പ്രഖ്യാപിക്കും. ഇന്ത്യൻ വംശജ സുനിത വില്യംസും ബൂച്ച് വിൽമോറും ഭൂമിയിൽ എത്തിച്ചേർന്നതിന്റെ സന്തോഷമായി പുസ്തകങ്ങൾ വിതരണം ചെയ്തു. തൃശൂർ കേച്ചേരി അൽ അമീൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംസ്കൃത അധ്യാപകനായ മേജർ PJ സ്റ്റൈജു ശാസ്ത്രലോക വിജയ നിമിഷത്തിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പുസ്തകം വിതരണം ചെയ്തത്. പുസ്തക വിതരണോദ്ഘാടനം സ്കൂൾ പ്രിൻസിപ്പാൾ സുജ ഫ്രാൻസിസ് നിർവഹിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് നഗരസഭാ വൃദ്ധസദനത്തിന് അധിക സൗകര്യം ഒരുക്കൽ എന്ന പദ്ധതി പ്രകാരം ഗൃഹോപകരണങ്ങൾ വിതരണം ചെയ്തു. പുലിപ്പാറ പനങ്ങോട്ടേല സ്നേഹാലയത്തിലേക്ക് കട്ടിൽ, കസേര, മെത്ത, പില്ലോസ്, ഡൈനിങ് ടേബിൾ എന്നിവ നഗരസഭാ ചെയർപേഴ്സൺ CS ശ്രീജ അന്തേവാസികൾക്ക് കൈമാറി. വൃദ്ധസദനത്തിൽ നെയിം ബോർഡും സ്ഥാപിച്ചു. തൃശൂർ അഴീക്കോട് കടലിൽ മത്സ്യബന്ധനത്തിനിടെ പരിക്കേറ്റ നിലയിൽ തൊഴിലാളികൾക്ക് ലഭിച്ച കടൽ പക്ഷി കരയിൽ അതിഥിയായി എത്തി. 35 നോട്ടിക്കൽ മൈൽ അകലെ വലയിടുകയായിരുന്ന വള്ളക്കാർക്കാണ് മസ്ക് ബൂബി എന്ന ഇനത്തിൽപ്പെട്ട പക്ഷിയെ ലഭിച്ചത്. പക്ഷിയെ വനംവകുപ്പിന് കൈമാറാനാണ് തൊഴിലാളികളുടെ തീരുമാനം. കാസർഗോഡ് ചെർക്കളയിൽ 250 കുടുംബങ്ങൾക്ക് റംദാൻ റിലീഫ് കിറ്റ് വിതരണം ചെയ്തു. ടൗൺ വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന കിറ്റ് വിതരണം കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി K. അബ്ദുള്ള കുഞ്ഞി ഉദ്ഘാടനം നിർവഹിച്ചു. മലപ്പുറം തിരുനാവായ ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് മെമ്പറും സാമൂഹിക പ്രവർത്തകനുമായ ഉണ്ണിയാലുക്കൽ അബ്ദുൾ ജബ്ബാറും സഹപ്രവർത്തകരും ഇഫ്താർ സ്നേഹസംഗമ വിരുന്ന് സംഘടിപ്പിച്ചു. ഇഫ്താർ വിരുന്നിന് ജാതി മത ഭേദമന്യേ നിരവധി പേരാണ് പങ്കെടുത്തത്.
മലപ്പുറം കുറ്റിപ്പുറത്ത് മദ്യപിച്ചെന്നാരോപിച്ച് ഡിവൈഎസ്എഫ്ഐ നേതാവിനെ സ്റ്റേഷനിലെത്തിച്ചതിൽ പ്രതിഷേധം. നേതാവിനെ SI സ്റ്റേഷനിലെത്തിച്ചത് പ്രതിഷേധിച്ച് CPIM ഡിവൈഎഫ്ഐ പ്രവർത്തകർ കുറ്റിപ്പുറം സ്റ്റേഷൻ വളഞ്ഞു. നടുവട്ടം മേഖലാ സെക്രട്ടറി സജീഷിനെയാണ് SI നടുവട്ടത്തു നിന്നും കസ്റ്റഡിയിലെടുത്തത്. മലപ്പുറം വളാഞ്ചേരി ടൗണിൽ ബസ് സ്റ്റാൻഡിന് പിറകുവശത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ലഹരി മാഫിയകളുടെ വിളയാട്ടം. സിറിഞ്ച് ഉൾപ്പെടെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ കണ്ടെത്തി. പകലെന്നോ രാത്രിയെന്നോ അല്ലാതെയാണ് പ്രദേശത്ത് ലഹരി മാഫിയയുടെ വിളയാട്ടം. സ്ഥലത്ത് മുഴുവൻ സമയത്തും പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തൃശൂർ ഡിവൈഎഫ്ഐ മണലൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞാണി സെന്ററിൽ പ്രതിരോധ ജാല സംഘടിപ്പിച്ചു. അരുൺ ആനന്ദ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മലപ്പുറം വളാഞ്ചേരിയിൽ ജനകീയ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ആദ്യഘട്ട പ്രവർത്തനം ആരംഭിച്ചു. ലഹരി ഉപയോഗത്തിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് വിവിധ ഭാഷകളിൽ എഴുതിയ ബോർഡുകളാണ് ടൗണിലും പരിസരങ്ങളിലുമായി സ്ഥാപിച്ചത്. വളാഞ്ചേരി ടൗണിൽ നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ ആദ്യ ബോർഡ് സ്ഥാപിച്ചു. മുഴുവൻ സമയം പോലീസ് പട്രോളിംഗ് ഏർപ്പെടുത്താൻ പോലീസിനെ സമീപിക്കുമെന്ന് ജാഗ്രതാ സമിതി അംഗങ്ങൾ അറിയിച്ചു. തൃശൂർ കയ്പമംഗലത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പോക്സോ കേസിൽ പ്രതിയായ CPM ലോക്കൽ സെക്രട്ടറി VS ശ്രീധരനെതിരെയാണ് അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന യോഗം DCC ജനറൽ സെക്രട്ടറി KF ഡൊമിനിക് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം പൂക്കാട്ടിരി സഫ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ എക്സൈസ് വകുപ്പിന്റെ സഹകരണത്തോടുകൂടി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് വിജയ് മന്ദർ സംഘടിപ്പിച്ചു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ശ്രീ ജയരാജ് PK ഉദ്ഘാടനം നിർവഹിച്ചു. ബോധവൽക്കരണ പരിപാടിയിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PV നിധിൻ അധ്യക്ഷത വഹിച്ചു. മലപ്പുറത്ത് ലഹരിക്കെതിരെ കുളമംഗലം CFC ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ക്യാമ്പയിന് തുടക്കമായി. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ മലപ്പുറം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു. തുടർന്ന് ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു. തൃശൂർ വെങ്കിടങ്ങിൽ ഭാഷാ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. അറബി, ഉറുദു, സംസ്കൃതം എന്നീ ഭാഷകൾക്ക് വേണ്ടി ജീവൻ ബലി നൽകിയ മുസ്ലിം യൂത്ത് ലീഗിന്റെ കർമ്മഭടന്മാർ മജീദ്, റഹ്മാൻ, കുഞ്ഞിപ്പ തുടങ്ങിയവരുടെ അനുസ്മരണ യോഗമാണ് സംഘടിപ്പിച്ചത്. വെങ്കിടങ്ങ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ യോഗവും ദുആ മസ്ജിദും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം AM SM അസ്കർ അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു.